ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ജനം ഒളിമ്പിക് സ്പെഷ്യൽ. ഞാൻ ലിയോ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ടോക്കിയോയിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ ചീഫ് കോച്ച് ശ്രീ രാധാകൃഷ്ണനാണ്. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയുണ്ട്? നാളെ മത്സരങ്ങൾ തുടങ്ങുകയാണ്. എത്രത്തോളമാണ് കോൺഫിഡൻസ് ലെവൽ? നാളെ മത്സരങ്ങൾ തുടങ്ങുകയാണ്. ഏതായാലും മീരാബായി ചാനുവിന്റെ സിൽവർ മെഡൽ നേട്ടം തീർച്ചയായിട്ടും ഇന്ത്യയുടെ മറ്റ് അത്ലറ്റുകൾക്കും മറ്റ് കായിക താരങ്ങൾക്കും ഒരു പ്രചോദനമായിട്ടുണ്ട്. ഞങ്ങള് കഴിഞ്ഞ 24-ാം തീയതി ടോക്കിയോയിൽ വന്നു. പറഞ്ഞ പോലെ ക്വാറന്റൈൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് ഞങ്ങളുടെ പരിശീലനത്തിനോ മറ്റു കാര്യങ്ങളൊന്നും അത് തടസ്സപ്പെടുത്തിയിട്ടില്ല. കാലത്തും വൈകുന്നേരവും പരിശീലനവും പല സ്റ്റേഡിയങ്ങളിലായിട്ട് പരിശീലനം നടത്തി നമ്മുടെ കായിക താരങ്ങളെല്ലാം തന്നെ യാതൊരുവിധ കുഴപ്പവും അസുഖങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഒന്നുമില്ലാതെ നന്നായിട്ട് തന്നെ പോകുന്നു. തീർച്ചയായിട്ടും നമുക്ക് മുൻ ഒളിമ്പിക്സിനെ കാളും നമുക്ക് ഈ ഒളിമ്പിക്സിൽ വളരെ അധികം പ്രതീക്ഷകളോടാണ് ഞങ്ങൾ ടോക്കിയോയിൽ എത്തിയിരിക്കുന്നത്. നല്ല ഈ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി, 19 മാസമായി വളരെ തീവ്രമായ ഒരു പരിശീലന പരിപാടികൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വിദേശ പര്യടനത്തിനും വിദേശ മത്സരങ്ങളിൽ പങ്കെടുക്കാത്തതിലും ഉള്ള ചെറിയൊരു പ്രശ്നങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു ബയോ ബബിൾ ക്രിയേറ്റ് ചെയ്ത് പട്യാലയിലും ബാംഗ്ലൂരും കായിക താരങ്ങളെയും പരിശീലകരെയും ആ ബയോ ബബിളിൽ ഉള്ളിൽ നിർത്തി കഴിഞ്ഞ 18-19 മാസമായിട്ടാണ് തീവ്രമായ പരിശീലനത്തിന് തീർച്ചയായിട്ടും നല്ലൊരു ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോ മുൻപൊക്കെ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഇപ്പോൾ പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, നമ്മുടെ അത്ലറ്റുകൾ ടോക്കിയോയിലെത്തിയിരിക്കുന്നത് വെറും ഒരു പാർട്ടിസിപ്പേഷൻ മാത്രമല്ല എന്ന് പറയുന്നത് ശരിയായിരിക്കും അല്ലേ? ശക്തമായ മത്സരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത്ലറ്റിക്സിൽ ഫൈനലിൽ എത്തുക എന്ന് തന്നെ അപൂർവമായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ വെറും ഒരു കായിക താരം മാത്രമേ ഫൈനലിൽ എത്താൻ സാധിച്ചിട്ടുള്ളൂ സ്റ്റീപ്പിൾ ചേസിൽ. പക്ഷെ ഈ പ്രാവശ്യം ഈ ഒളിമ്പിക്സിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന കായിക താരങ്ങൾ മിക്കവരും തന്നെ ഫൈനലിൽ ചേരുകയും പിന്നെ നമ്മൾ പ്രവചിക്കുന്നുമില്ല, നമുക്ക് 1-2 മെഡൽ കിട്ടാനുള്ള സാധ്യതയും അതിന് ചരിത്രമായിരിക്കും ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമാണ്. തീർച്ചയായിട്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും, ഈ പ്രേക്ഷകരുടെയും മറ്റ് ഇന്ത്യൻ കംപ്ലീറ്റ് ജനതകളുടെയും ഇന്ത്യൻ അത്ലറ്റിക്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഇന്ത്യൻ അത്ലറ്റിക്സ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുക അതൊരു സ്വപ്നമാണ്. ആ സ്വപ്നം ശതമാനം ഞങ്ങൾ അതിനെപ്പറ്റി ഒരു പ്രവചനം നൽകുന്നത്. എന്നാലും ചരിത്രം മാറ്റിവെക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇന്ന് ഞാൻ നാളെ തുടങ്ങുന്ന കായിക അത്ലറ്റിക് മത്സരങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുള്ളത്. ഗിരീഷ് ചോപ്രയിൽ ഒരു പ്രതീക്ഷയുണ്ട്, അതുപോലെ തന്നെ കമൽപ്രീത് കൗർ, അതുപോലെ സീമ പൂണിയ ഡിസ്കസ് ത്രോ വിമനിൽ, അതുപോലെ നമ്മളുടെ 4x400 മീറ്റർ മെൻ ടീം ഇന്ന് നമ്മൾ നിൽക്കുന്നത് സീസൺ ബെസ്റ്റ് 4ാമത്തെ റാങ്കിലാണ്. തീർച്ചയായിട്ടും ഫൈനലെത്തുകയും മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ഒരു നല്ല ആശയ്ക്കും വകയുള്ള ഒരു ടീമാണ് 4x400. അപ്പം ഞാനിപ്പോ 3-4 പേരുടെ പേര് പറഞ്ഞു. ഇവരിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ഫലം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഓരോ കായിക താരങ്ങളും അവരുടെ ആ ദിവസത്തെ പ്രകടനം അനുസരിച്ചായിരിക്കും അവരുടെ പെർഫോമൻസ്, അവരുടെ ആ ശാരീരിക മാനസിക സ്ഥിതി അനുസരിച്ചായിരിക്കും അവരുടെ പെർഫോമൻസ് സാധാരണ കാഴ്ചവെക്കുന്നത്. ഇപ്പൊ ഒരു ടീം ഗെയിംസിലെ കൂട്ടല്ല, നമുക്കിവിടെ ഒരു റീപ്ലേസ് ചെയ്യാൻ ആളില്ല, ഇൻഡിവിജ്വലി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആ കായിക താരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ആ പ്രത്യേക ദിവസം അതനുസരിച്ചായിരിക്കും അവരുടെ പെർഫോമൻസ്. അതുകൊണ്ട് നമുക്ക് ഈ അത്ലറ്റിക്സിൽ വലിയ കാര്യമായ പ്രവചനങ്ങളൊന്നും നടത്താൻ പറ്റില്ല. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണോ? തീർച്ചയായിട്ടും. നമ്മൾ നീരജ് ചോപ്രയിലേക്ക് വരുമ്പോൾ, നീരജ് ചോപ്ര ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ വേൾഡ് ലെവലിൽ വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിന് എക്സ്പോഷറും കിട്ടുന്നുണ്ട്. ക്വൈറ്റ് എക്സ്പീരിയൻസ്ഡ് ആണ്, യങ് ആണെങ്കിൽ പോലും. നീരജ് ചോപ്ര ഒരു 88+
പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസിക നില എങ്ങനെയാണ്? എത്രത്തോളം എന്താണ് നമ്മൾ പറയുമല്ലോ, മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്, കുതിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള ആ ഒരു മാനസിക ലെവലിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടോ? ആ പീക്ക് ഓഫ് ദ പെർഫോമൻസിലേക്ക് എത്തുവാനുള്ള വെമ്പൽ പറയുകയാണെങ്കിൽ നീരജ് ചോപ്ര ഒന്നാമത്തെ റാങ്കിൽ നിൽക്കുന്ന ബെറ്റർ 96-95+ മീറ്റർ ത്രോവറാണ്. പക്ഷെ 2, 3, 4 നീരജ് ചോപ്രയുടെ ഇപ്പോഴത്തെ സീസൺ ബെസ്റ്റ് അനുസരിച്ച് നീരജ് ചോപ്ര 4ാമത്തെ റാങ്കിലാണ്. പക്ഷെ ഇവരെല്ലാം 88, 87, 88 അങ്ങനെയുള്ള റാങ്കിലാണ്, 89. അപ്പം ആര് 90 മീറ്റർ ക്രോസ് ചെയ്യുന്നോ, 90 മീറ്റർ ക്രോസ് ചെയ്യുന്നോ, തീർച്ചയായിട്ടും മെഡലിസ്റ്റ് ആയിരിക്കും. അതുപോലെ ബ്രോൺസ് മെഡലിസ്റ്റ്. ഇവ 3 പേരിൽ ഈ പറയുന്ന 2, 3, 4 ഈ അതിൽ 4ാമതാണ് നീരജ് ചോപ്രയുടെ റാങ്ക്. അത് വെറും സെന്റിമീറ്ററുകളുടെ വ്യത്യാസവും മീറ്ററുകളുടെ വ്യത്യാസമേ ഉള്ളൂ. 88.07 നമുക്ക് കഴിഞ്ഞ ഒളിമ്പിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത് സിൽവർ മെഡലിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. 85 സംതിങ് ആണ് ബ്രോൺസ് മെഡൽ നേടിയത്. അത് ഞാൻ പറയുന്ന പോലെ തന്നെ എങ്ങനെ ആ ദിവസം അവർക്ക് എങ്ങനെയാണ് അവരുടെ ദിവസം എന്നുകൊണ്ട് നമുക്ക് നോക്കണം. ഈ ജാവലിൻ ത്രോയിൽ പ്രത്യേകിച്ച് 5 മീറ്റർ മുന്നോട്ടും 5 മീറ്റർ പുറകോട്ടും ഒക്കെ പെർഫോമൻസ് പോകാൻ സാധ്യതയുണ്ട്. കാരണം എയറോഡൈനമിക് പ്രിൻസിപ്പിൾ ആണ്. കുറച്ച് പെർഫോമൻസ് അത്ര ഒരു കൺസിസ്റ്റൻസി നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നീരജ് ചോപ്ര 88+ 90 മീറ്ററിന്റെ ആണ് വിശ്വാസം. ആ കോൺഫിഡൻസിലാണ് നീരജ് ചോപ്ര എന്നുള്ളത്. നീരജ് ചോപ്രയ്ക്ക് വിദേശ പര്യടനത്തിന് ട്രെയിനിങ്ങിനും ഒക്കെ മത്സരങ്ങൾക്കും ഒക്കെ ചാൻസ് കിട്ടി. നല്ല കോൺഫിഡന്റ് ആണ്. ഇന്നും ഞാൻ കണ്ടിരുന്നു, ഇന്നലെ കണ്ടിരുന്നു, ഇന്നത്തെ പുള്ളിയുടെ പരിശീലനം ഞാൻ നീരജിന്റെ ശ്രദ്ധിച്ചിരുന്നു. വളരെ വളരെ കൺസിസ്റ്റൻസിയും നല്ല എന്താ പറയാ ഹൈലി മോട്ടിവേറ്റഡും ആണ് നീരജ്. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നമുക്ക് നീരജ് ചോപ്രയിലുണ്ട്. അതുപോലെ തന്നെ ശ്രീശങ്കറിന്റെ പ്രകടനം നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ചെറുപ്പക്കാരൻ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുകയാണ്. 8.26 എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതും ഇന്റർനാഷണൽ അറീനയിൽ ആ ഒരു 830+ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നമുക്ക് ശ്രീശങ്കർ മികച്ച ഫോമിൽ തന്നെ ആയിരിക്കുമോ? അദ്ദേഹത്തിന്റെ മാനസിക നില ഇപ്പോൾ എങ്ങനെയുണ്ട്? എത്രത്തോളം കോൺഫിഡൻസിലാണ്? ക്വസ്റ്റ്യനാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ മാധ്യമങ്ങളിലെ കണ്ടു കാണും, ശ്രീശങ്കറിന്റെ ഫിറ്റ്നസ് ലെവൽ ടെസ്റ്റിൽ വളരെ മോശമായ ഒരു പെർഫോമൻസ് ആണ് ശ്രീശങ്കർ കാഴ്ചവെച്ചത് കഴിഞ്ഞ ജൂലൈ 21-ാം തീയതി. കാരണം കഴിഞ്ഞ ഇന്റർസ്റ്റേറ്റിന് പങ്കെടുക്കാത്ത കായിക താരങ്ങൾക്കെല്ലാം അവരുടെ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യണമെന്ന് സെലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചാണ് ശ്രീശങ്കറിനെ സെലക്ട് ചെയ്തിരുന്നത്. അതനുസരിച്ച് കഴിഞ്ഞ ജൂലൈ 21-ാം തീയതി വൈകുന്നേരം ഫിറ്റ്നസ് ട്രയൽ നടത്തുകയും ആ ഫിറ്റ്നസ് ട്രയലിൽ 7.48 മാത്രമേ പെർഫോം ചെയ്യാൻ സാധിച്ചുള്ളൂ. വീണ്ടും ഇവിടെയും ഞാൻ പറയുന്ന കാര്യം, ആ ഒരു കായിക താരത്തിന്റെ അന്നത്തെ ദിവസം അതിനെക്കൂടെ നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീശങ്കർ ഫോമിൽ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും ശ്രീശങ്കറിന്റെ ഫിറ്റ്നസ് പോരാ. 8.26 ഏകദേശം 75 സെന്റിമീറ്റർ താഴെ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് പോരാ എന്നുള്ള അഭിപ്രായം. പക്ഷെ എന്നാൽ ചെറുപ്പക്കാരനാണ്, ഏറ്റവും യങ്ങസ്റ്റ് പാർട്ടിസിപ്പന്റ് ആണ് ഇന്ന് ടോക്കിയോയിലുള്ള. നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ 8.26 കൊണ്ട് ഒരു മെഡൽ നേടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കുറഞ്ഞത് 835+ 840 തീർച്ചയായിട്ടും ശ്രീശങ്കറിനും നമുക്കൊരു മെഡൽ പ്രതീക്ഷ ഉണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീശങ്കറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ചെറിയ പ്രായമാണ്, ഇനി അങ്ങോട്ട് അടുത്തൊരു ഒളിമ്പിക്സ്, ആ ഒരു ലക്ഷ്യം, ദീർഘകാല ലക്ഷ്യം മുൻനിർത്തി തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്, അല്ലേ അദ്ദേഹങ്ങൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ? അല്ലെങ്കിൽ ശ്രീശങ്കറിനെ ഡ്രോപ്പ് ചെയ്യാൻ, ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം സെലക്ഷൻ കമ്മിറ്റിയിൽ വന്നിരുന്നു. പക്ഷെ ഒരു യങ് കായിക താരമാണ്, ഇനി അതൊരു മോട്ടിവേഷണൽ ആസ്പെക്റ്റും കൂടെയാണ് ഈ പങ്കെടുക്കൽ. അതുകൊണ്ട് അതാണ് ഒരു റീസൺ, മെയിൻലി നമ്മളെ റീസൺ കണ്ടത് ശ്രീശങ്കർ എന്ന ടീമിനുള്ളത്. ശ്രീശങ്കർ ഏതായാലും വളരെ യങ്സ്റ്ററാണ്. 224x28 പങ്കെടുക്കാൻ സാധ്യതയുള്ള ഒരു കായിക താരം. നമുക്ക് ശ്രീശങ്കറിന്റെ പ്രതീക്ഷ കൈവിട്ടില്ല. ശ്രീശങ്കറിന്റെ പെർഫോമൻസ് നമുക്ക് 31-ാം തീയതി ക്വാളിഫയിങ് റൗണ്ട്സ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ അതിനെ പറ്റി നമുക്ക് ചാൻസ്. യെസ്, തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മലയാളി താരങ്ങളും കൂടി അടങ്ങിയതാണ് 4x4 റിലേ.
ഇപ്പോൾ വേൾഡിൽ ഈ സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 4ാമതാണ്. എന്താണ് അവരുടെ എല്ലാം മനസ്സിലുള്ളത് എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. എല്ലാവരും റെയറിങ് ടു ഗോ, അതായത് നമ്മൾ കുതിക്കാൻ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ് എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് താരങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അവരോട് ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു എന്താണ് ആശംസകളും അറിയിക്കണം അങ്ങ്. തീർച്ചയായിട്ടും അറിയിക്കാം. അവരൊക്കെ വളരെ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. കാരണം നമ്മളുടെ കായിക താരങ്ങൾക്ക് എപ്പോഴും ഈ ഒളിമ്പിക്സിലും മെഡൽ അപ്രാപ്യം എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായത്. പക്ഷെ അതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും, ഞങ്ങൾക്കും മെഡൽ നേടാം എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ കായിക താരങ്ങളിലുണ്ട്. അതാണ് ഒരു അതൊക്കെയാണ് എൻ്റെ റോള്. അവരിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കൊണ്ട് എത്തിക്കുക. കാരണം ഞങ്ങളും ഇതിന് കോമ്പറ്റന്റ് ആണ്, ഞങ്ങൾക്കും മെഡൽ നേടാം. അല്ലെങ്കിൽ പണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം. പക്ഷെ ഇന്ന് പങ്കെടുക്കുക മാത്രമല്ല, ഞങ്ങൾക്കും മെഡൽ നേടാം എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഈ റിലേ താരങ്ങളിൽ മാത്രമല്ല മറ്റു കായിക താരങ്ങളിലൊക്കെ ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു മോട്ടിവേഷണൽ ആസ്പെക്ട്സ് ആണ്. അതിൽ ഇപ്പൊ അവർ ഫോക്കസ് ചെയ്യുന്ന മെഡലിനാണ്, അല്ലാതെ പങ്കെടുക്കാനല്ല. യെസ്, തീർച്ചയായും. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ആശംസകൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും ഈ ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രതിനിധിയായിട്ടാണ് അവിടെ ഇന്ത്യൻ കണ്ടിൻജന്റ് അവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കുകയാണ്. അത് മെഡൽ നേടിയില്ല എങ്കിലും വീറിട്ട പോരാട്ടം നമ്മുടെ താരങ്ങളിൽ നിന്നും ഉണ്ടാകണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോടെയാണ് കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാം വെൽ വിഷസ്, ഞങ്ങളുടെ എല്ലാം തന്നെ ആശംസകൾ ഓരോ താരത്തെയും അങ്ങ് അറിയിക്കുക. ഒപ്പം തന്നെ അങ്ങേക്കും ആശംസകൾ അറിയിക്കുകയാണ്. അങ്ങ് ടീമിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് ടീമിനെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് ഞങ്ങൾ, ജനം, ടീമും എല്ലാം. നമസ്കാരം, വളരെ നന്ദി. മാത്രമല്ല നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് നേടുന്നതിന് വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും ചെയ്യുമെന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രാധ സർ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ടോക്കിയോയിൽ നിന്നും ഇന്ത്യൻ അത്ലറ്റിക് ടീമിന്റെ ചീഫ് കോച്ച് ശ്രീ രാധാകൃഷ്ണനാണ്. ഇന്ത്യൻ ടീം ആത്മവിശ്വാസത്തിലാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇന്ത്യൻ ടീമിന്റെ ഗംഭീര പ്രകടനത്തിനായി.